അഹമ്മദാബാദിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരുമായി തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസ് കുമാർ ആയിരുന്നു ആ ഭാഗ്യവാർ. ലോകം മുഴുവന് അത്ഭുതത്തോടെയാണ് ഇപ്പോൾ വിശ്വാസിനെ നോക്കുന്നത്. എമർജൻസി ഡോറിന് സമീപമുള്ള സീറ്റിൽ ഇരുന്നതാണ് ഈ അത്ഭുത രക്ഷപ്പെടലിന് കാരണം. 11E എന്ന സീറ്റ് വിമാനത്തിലെ സ്പെഷ്യൽ സീറ്റാണ്. വിമാനത്തിൽ 11 എന്ന സീറ്റ് നിര ഏറെ പ്രധാനമാണ്. ഈ നിരയിലെ രണ്ട് വശത്തും എമർജൻസി വാതിലുണ്ട് എന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. ഈ സീറ്റിൽ ആളില്ലെങ്കിൽ പൈലറ്റ് വിമാനം പറത്തില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇരുഭാഗത്തും ചിറകിന് മുകളിലേക്ക് ഈ എമർജൻസി എക്സിറ്റ് തുറക്കാം. വിമാനത്തിൽ തീപിടുത്തം അടക്കം എന്തെങ്കിലും അപകടമുണ്ടായാൽ രക്ഷപ്പെടാനാണ് ഈ പ്രത്യേക സംവിധാനം. ഫ്ലൈറ്റ് നിയമം അനുസരിച്ച് ഈ സീറ്റിലെ യാത്രക്കാരില്ലാതെ പറക്കാൻ കഴിയില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഡോര് തുറക്കാനാണ് ആ സീറ്റിലെ യാത്രക്കാരെ ഉറപ്പാക്കുന്നത്. ശാരീരിക ക്ഷമതയുള്ള വിവിധ ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെയാകും ജീവനക്കാര് ഇതിനായി തെരഞ്ഞെടുക്കുന്നത്. ഇവർക്കൊന്നും 11A സീറ്റിൽ ഇരിക്കാൻ അനുമതിയില്ല. കുട്ടികളുള്ളവര്, ഗർഭിണികള്, വളർത്തുന്ന മൃഗങ്ങളുമായി യാത്ര ചെയ്യുന്നവര്, നടക്കാനോ മറ്റോ പ്രയാസപ്പെടുന്നവര് ഇവർക്കൊന്നും 11A സീറ്റിൽ ഇരിക്കാൻ അനുമതിയില്ല. എമർജൻസി സംഭവിച്ചാൽ പെട്ടെന്ന് ആക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിവുള്ള ആളുകളെയാണ് ആ സീറ്റിലേക്ക് സാധാരണയായി പരിഗണിക്കുക. ലെഗ് ലൂപ്പ് ഉള്ളതിനാൽ ഇത് പ്രീമിയം സീറ്റായി നൽകാറുണ്ട്. ഈ സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതില് പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. രക്ഷപ്പെടലിനെക്കുറിച്ച് വിശ്വാസ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്: വാതില് തകരുന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു. ഞാന് ഇരുന്നിരുന്ന വശം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് പതിച്ചു. വാതില് തകരുന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു. അതിലൂടെ ഞാന് പുറത്തേക്ക് ചാടി. ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായിട്ടാണ് ഞാന് ഇറങ്ങിയത്. അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഞാന് അതിലൂടെ പുറത്തിറങ്ങി. കെട്ടിടത്തിന്റെ മതില് എതിർവശത്തായിരുന്നു. ആർക്കും അതുവഴി പുറത്തുവരാന് കഴിഞ്ഞുവെന്ന് ഞാന് കരുതുന്നില്ല. നിമിഷങ്ങൾക്കുള്ളില് തീ ആളിപ്പടർന്നു. എന്റെ കൈയില് പൊള്ളലേറ്റു. എന്റെ കൺമുമ്പിൽ വെച്ചാണ് 2 എയർ ഹോസ്റ്റസുമാര് മരിച്ചത്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെ ചികിത്സയിലാണ് വിശ്വാസ് കുമാര്. ന്യൂസ് 4 വേണ്ടി ജിൻസി കുര്യൻ.